അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ ബേക്സ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, മഞ്ചേരി റോഡ്, വണ്ടൂർ. വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കമേകി ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വെഡിംഗ് ആഭരണങ്ങൾ, ലൈറ്റ് വെയ്റ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വണ്ടൂർ ആൻഡ് എലങ്കൂർ. MLA AP അനിൽകുമാറും വാർഡിലെ 90% കോൺഗ്രസുകാരും തന്റെ കൂടെയുണ്ടെന്ന് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡ് സ്വതന്ത്ര സ്ഥാനാർത്ഥി ഷൗക്കത്ത് അലി മൊയ്ക്കൽ. CK മുബാറക്കിനെ പാർട്ടി മറന്നതായും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ അനുമതിയോടെയാണ് തന്റെ ഫ്ലക്സിൽ അദ്ദേഹത്തിന്റെ ചിത്രം വെച്ചതെന്നും ഷൗക്കത്ത് അലി. വിമത സ്ഥാനാർത്ഥിയായി മത്സരിച്ചതിന് ഷൗക്കത്ത് അലിയെ കോൺഗ്രസ് പുറത്താക്കിയിരുന്നു. വാർഡിൽ വിജയം ഉറപ്പാണെന്നാണ് ഷൗക്കത്ത് അലി പറയുന്നത്. 5-ാം വാർഡ് തെരഞ്ഞെടുപ്പിൽ ഭയങ്കര ചർച്ചാ വിഷയമാണ്. കോൺഗ്രസിലെ ഒരു മെയിൻ ഭാരവാഹിത്വമുള്ള ഒരാള്, അതായത് പാർട്ടിയിലെ സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുക്കേണ്ട ഒരാള് ഇവിടെ മത്സരിക്കുകയാണ്. എന്തുകൊണ്ടാണ് താങ്കൾ മത്സരരംഗത്തേക്ക് ഇറങ്ങാൻ എന്തുകൊണ്ടാണ് കാരണം? ഇതൊരു പ്രതിഷേധത്തിൻ്റെ സ്ഥാനാർത്ഥിത്വമാണ്. ആക്ച്വലി ഞാൻ മത്സരിക്കാൻ ഉദ്ദേശിച്ച ഒരാളല്ല. ആദ്യമായിട്ട് 5-ാം വാർഡിൽ നിന്നൊരു സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കുക എന്നുള്ളൊരു വികാരം 5-ാം വാർഡിലെ പ്രവർത്തകർക്കുണ്ടായിരുന്നു. ആ വികാരം അവർ 5-ാം വാർഡിൻ്റെ കമ്മിറ്റി വിളിച്ച് ചർച്ച ചെയ്ത് തീരുമാനിച്ച 1-2 ആളുകളെ നിർദ്ദേശിക്കുകയും അവരുടെ പേരും തീരുമാനങ്ങളും മിനിറ്റ്സിൽ രേഖപ്പെടുത്തി മണ്ഡലം കമ്മിറ്റി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ തീരുമാനത്തിന് വിരുദ്ധമായിട്ടാണ് ഇന്ന സ്ഥാനാർത്ഥിത്വം വരുന്നത്. അതോടൊപ്പം തന്നെ താങ്കൾ ആദ്യം ചോദിച്ച ചോദ്യം, താങ്കളൊരു ഭാരവാഹിയല്ലേ, പിന്നെ എങ്ങനെ ഇതിങ്ങനെ വന്നു എന്ന്. ആക്ച്വലി വണ്ടൂർ മണ്ഡലം കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ജംബോ കമ്മിറ്റിയാണ്. പല ആളുകളെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടി, ഗ്രൂപ്പ് സമവാക്യങ്ങൾ പൂർത്തമാക്കാൻ വേണ്ടിയിട്ടാണ് കമ്മിറ്റി ഉണ്ടാക്കുന്നത്. ആ കമ്മിറ്റിയിലെ 5 ആളുകൾ മാത്രമാണ് ഈ സ്ഥാനാർത്ഥിത്വത്തിൽ പങ്കുള്ളത്. യഥാർത്ഥത്തിൽ 5 പേരും ഇല്ല. 5 പേരെന്ന് പറഞ്ഞാൽ ഈ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് ജില്ലാ വൈസ് പ്രസിഡൻറ്റും സംസ്ഥാന സമിതി അംഗവും കമ്മിറ്റി അംഗവും അതേപോലെ തന്നെ മണ്ഡലം കമ്മിറ്റിയുടെ 2 ഭാരവാഹികളും മാത്രമാണ് ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ പങ്കുവച്ചത്. അവർ തന്നെ അവരുടെ തിരഞ്ഞെടുക്കുന്ന ഒരു കമ്മിറ്റിയായിരുന്നത്. ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും, KC കുഞ്ഞഹമ്മദായിരുന്നു ഇതിലൊരു അംഗം. അദ്ദേഹം ഇപ്പോൾ റിട്ടയർമെൻറ്റ് മോഡിലാണ്. അദ്ദേഹം മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ അതിലൊരു അംഗമുള്ളത് KPCC മെമ്പർ എന്ന് പറഞ്ഞ് KT അജ്മലാണ്. അദ്ദേഹം ഇന്ന് സ്ഥാനാർത്ഥിയാണ്. സ്ഥാനാർത്ഥികൾ തീരുമാനിക്കുന്ന കമ്മിറ്റി അംഗവും അദ്ദേഹം സ്വയം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും ചെയ്യണം. പിന്നീട് അതിൽ അംഗമായിട്ടുള്ള ഒരാൾ ഈ VM നാണിയാണ് എനിക്കെതിരെ മത്സരിക്കുന്നത്. അദ്ദേഹം ആ കമ്മിറ്റിയിലെ അംഗമാണ്. അദ്ദേഹം തന്നെ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രക്രിയ ഉണ്ട്. അതായത് ഇതിൽ കമ്മിറ്റിയോ കൂടിയാലോചനകളോ ഒന്നും ഉണ്ടായിട്ടില്ല. ബാക്കി വരുന്ന 2 ആളുകൾ, ഒന്ന് മണ്ഡലം പ്രസിഡന്റ് ജബീബ് സുക്കീറും പിന്നെ നിലവിലെ കൺവീനർ മുരളിയാണ്. അവർ മത്സരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടും പ്രധാന ഭാരവാഹിത്വത്തിലായതുകൊണ്ടാണ് അവരെ സ്ഥാനത്തിൽ വരാതിരുന്നത്. അതാണ് അതിൻ്റെ കമ്മിറ്റി ചർച്ച ചെയ്യുകയോ കമ്മിറ്റി കൂടിയാലോചന നടത്തുകയോ. ഈ ഭാഗത്ത് 5-ാം വാർഡിൻ്റെ സമീപഭാഗത്ത് 6-ാം വാർഡിൽ താമസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ പ്രവർത്തന പരിചയമുള്ള ആളാണ്, വ്യക്തിബന്ധമുള്ള ആളാണ്. സ്വാഭാവികമായും നമ്മളോടൊക്കെ കൂടിയാലോചിച്ചിട്ട് മിനിമം കൂടിയാലോചിക്കെങ്കിലും വേണം ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുക. അതുപോലും ചെയ്യാതെ ചോദിക്കട്ടെ, ഈ താങ്കൾ സ്ഥാനാർത്ഥിയാകുന്നതിന് മുമ്പായിട്ട് ഈ പ്രതിഷേധം പാർട്ടിയിൽ അറിയിച്ചു? തീർച്ചയായിട്ടും. ആദ്യം നമ്മൾ ഈ സ്ഥാനാർത്ഥിത്വം പറയുന്ന സമയത്ത് നമ്മൾ 5-ാം വാർഡിൽ ഒരാളെ തീരുമാനിക്കണമെന്നും അതല്ലെങ്കിൽ സീനിയോറിറ്റി എന്നുള്ള നിലക്ക് പിന്നെ ഒരു സ്ഥാനാർത്ഥിത്വം ഞാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും പാർട്ടിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും അതുവഴിയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് പലതവണ നടന്ന ചർച്ചകളിലും പിന്നീട് സോഷ്യൽ മീഡിയ വഴി നേരിട്ട് MLA വഴിക്കും കമ്മിറ്റിയുടെ മുമ്പാകെയും പിന്നീട് സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഞാൻ എൻ്റെ തീരുമാനം അറിയിച്ചിട്ടുണ്ട്. MLA അറിയിച്ചിട്ടുണ്ട്. MLA 45 മിനിറ്റ് നേരം MLA ചർച്ച ചെയ്തിട്ടുണ്ട്. MLAയോട് ചർച്ച ചെയ്തപ്പോൾ നമ്മൾ ആവശ്യപ്പെട്ടത് ഒന്നുകിൽ 5-ാം വാർഡിലുള്ള ഒരാളെ തിരഞ്ഞെടുക്കുക, 5-ാം വാർഡിൽ ഒരാളെ തിരഞ്ഞെടുക്കുക, തൽക്കാലം നാണിയും ഞാനും മാറി നിൽക്കുക. ഇത് ഒരു ഓപ്ഷൻ ഞാൻ മുന്നോട്ട് വെച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതിന് പ്രയാസമുണ്ട്, നാണി കുറേ മുന്നോട്ട് പോയി എന്നുള്ളൊരു കാരണം പറഞ്ഞത്. MLA ഇതിൽ നിരപരാധിയാണ്, അദ്ദേഹത്തിന് പരിമിതികളുണ്ട്, മണ്ഡലം കമ്മിറ്റിയുടെ ഒക്കെ ഒരുപാട് പ്രഷർ അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഈ വിഷയത്തിലേക്ക് വലിച്ചേക്കുന്നില്ല, അദ്ദേഹം കുറ്റക്കാരനുമല്ല. അദ്ദേഹം, ഞാൻ വിശ്വസിക്കുന്ന അദ്ദേഹം ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. ഈ തെരഞ്ഞെടുപ്പ് തീർച്ചയായും ഞാൻ ഇതിൽ വിജയിക്കും. വിജയിച്ചാൽ അദ്ദേഹം എന്നെ ആശീർവദിക്കാനും അംഗീകരിക്കാനും തയ്യാറാവുന്നതിനാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്കൾ സ്ഥാനാർത്ഥിയതിന് ശേഷം ഫോണിൽ ബന്ധപ്പെടുകയാണ്, അങ്ങനെ ബന്ധപ്പെടാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അതായത് സ്വാഭാവികമായി ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്ന മണ്ഡലം ഭാരവാഹികളെയോ മറ്റു നേതാക്കളോ വിട്ട് ചർച്ചയ്ക്ക് വിളിക്കുകയും അല്ലെങ്കിൽ MLA കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിക്കുകയും ചെയ്യും. അത് ഞാൻ ഒരുപാട് ആലോചിച്ചെടുത്തൊരു തീരുമാനമാണ്. അത് വേണ്ടപ്പെട്ടവരെയും സുഹൃത്തുക്കളെയും ബന്ധുക്കളെയൊക്കെ അറിയിച്ചെടുത്ത തീരുമാനമാണ്. ആ തീരുമാനത്തിന് പിന്നെ ഒരു ചർച്ചയിലൂടെ കണ്ടീഷൻസ് ഇല്ലാത്തൊരു ചർച്ചയിലൂടെ പിന്മാറുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമായതുകൊണ്ട് ഞാൻ ചർച്ചയ്ക്ക് തയ്യാറായിരുന്നതാണ്. ഇപ്പൊ നമ്മൾ കുപ്പായിട്ട് കളത്തിലിറങ്ങി, എങ്ങനെയുണ്ട് വോട്ടർമാരെ കാണുമ്പോൾ? വളരെ സന്തോഷകരമാണ്. സത്യത്തിൽ ഞാനിവിടെ മത്സരിക്കുമ്പോൾ എനിക്ക് പിന്താങ്ങാൻ 5-ാം വാർഡിൽ ഒരാളുണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഞാൻ
40 വർഷം കോൺഗ്രസ്സുകാരനായി നിന്നിട്ടുണ്ട്. പ്രവാസി ആയപ്പോഴും വല്ലപ്പോഴും ഞാൻ കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസ് ഇവിടെ നടക്കുന്ന എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിലേക്കും ഞാൻ പങ്കാളികളായും ആ തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുകയും ചെയ്ത ഒരാളാണ്. ഞാൻ ഈ 42 വർഷം പ്രവർത്തിച്ച കോൺഗ്രസിൽ നിന്ന് പുറത്തു പോകുക അല്ലെങ്കിൽ വിട്ടു നിൽക്കുക എന്നുള്ളതൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. അപ്പോൾ ഒറ്റയ്ക്ക് മത്സരിക്കുമ്പോൾ ഞാൻ സ്വയം അനുയായികളെ സൃഷ്ടിക്കാത്തൊരു പ്രവർത്തകനാണ്. ഞാൻ അനുയായികളെ സൃഷ്ടിച്ചിട്ടില്ല. ഞാൻ പാർട്ടിക്ക് പ്രവർത്തകരെയും അനുയായികൾ ഉണ്ടാക്കുക എന്നുള്ളൊരു പ്രക്രിയയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞാൻ ആശങ്കയോടുകൂടി എന്നാൽ ആത്മധൈര്യത്തോടുകൂടിയാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ വളരെ സന്തോഷവാനാണ്. കാരണം ഈ പ്രദേശത്തിൽ ഈ നാട്ടുകാർ മുഴുവൻ ഈ വിഷയം ഏറ്റെടുത്തു. ഈ നാട്ടിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും അതിൽ CPIക്കാരുണ്ട്, CPMമാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്. ഇതൊരു ജനകീയ സ്ഥാനാർത്ഥിയായിട്ട് അവർ അംഗീകരിക്കുകയും പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്തു. ഇപ്പം ഞാൻ വിജയപ്രതീക്ഷ ഉണ്ടോയെന്ന് ചോദ്യം താങ്കൾ ചോദിച്ചു. 100% ഞാൻ വിജയപ്രതീക്ഷയുണ്ട്. ഇന്നലെ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നെങ്കിൽ ഞാൻ വിജയിച്ചിരുന്നു എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ബാക്കി ജനങ്ങളുടെ കയ്യിലാണ്. ജനങ്ങൾ വോട്ട് ചെയ്താൽ തന്നെ വിജയിക്കുള്ളൂ. ഈ അവസരത്തിൽ ജനങ്ങളോട് ഞാൻ ഒന്നുകൂടി വോട്ട് അഭ്യർത്ഥിക്കുകയാണ്. പക്ഷേ എൻ്റെ ഒരു വിശ്വാസം, ഞാൻ ആളുകളിൽ എനിക്കുള്ള ബന്ധം, ആത്മബന്ധം, രാഷ്ട്രീയ ബന്ധം, സാമൂഹിക ബന്ധം ഒക്കെ വെച്ചിട്ട് ഞാൻ വിജയിക്കുന്നുള്ള 100% ഉറപ്പിലാണ്. ഇപ്പൊ ഈ വാർഡ് കോൺഗ്രസ്സുകാർ താങ്കൾ ഇപ്പൊ താങ്കൾ പാർട്ടിക്ക് പുറത്തുള്ള ഒരാളായതുകൊണ്ട് ഈ വാർഡിലെ കോൺഗ്രസ്സിലെ 90% ആളുകൾ എൻ്റെ കൂടെയാണ്. അവരെൻ്റെ പ്രകടനങ്ങളിലുണ്ട്, അവരെൻ്റെ കുടുംബയോഗങ്ങളിലുണ്ട്, അവരെൻ്റെ കമ്മിറ്റികളിലുണ്ട്. അവരെ പൂർണ്ണമായി എൻ്റെ കൂടെയാണ്. ബാക്കി മനസ്സുകൊണ്ടും എൻ്റെ കൂടെ തന്നെയാണ്. കാരണം പാർട്ടി സംവിധാനത്തെ ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ചില ആളുകൾ മാത്രം ആണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കൂടെ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള പല ആളുകളും അദ്ദേഹത്തിന് വോട്ട് ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത് അദ്ദേഹത്തിന് ഉറപ്പുണ്ട്. അദ്ദേഹം അങ്ങനെ ഓടി നടക്കുകയാണ്, ശ്രമിക്കുകയാണ്. പക്ഷേ അവർക്കൊന്നും വോട്ട് അദ്ദേഹത്തിന് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അവരൊക്കെ മനസ്സാ എൻ്റെ കൂടെ തന്നെയാണ്. ഒരു കൗതുകരായിട്ട് താങ്കൾ എല്ലാ ഫ്ലെക്സിലും അറിയാം, വണ്ടൂർ വാണിമ്പലത്തെ കോൺഗ്രസ് വികാരമാണ് CK മുബാറക്. തീർച്ചയായിട്ടും ഇത് ശരിക്കും ഇപ്പൊ താങ്കൾ പാർട്ടിയിൽ പുറത്തുനിന്ന ഒരാളും കൂടിയാണ്. അദ്ദേഹം പാർട്ടിയുടെ വലിയ നേതാവ് കൂടിയാണ്. ഇത് മറ്റു അണികളൊരു കോൺഗ്രസിന് അവര് ഒരു വെറുപ്പിനിടയാക്കൂലേ, പ്രകോപിതരാക്കില്ല എന്നുള്ളതാണ് ചോദ്യം. ഈ ചോദ്യം ന്യായമാണ്. ചില ആളുകളൊക്കെ അസംതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്, വളരെ റെയറായ ആളുകൾ എന്തിനത് ഉപയോഗിക്കണം എന്നുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ CK എന്ന് പറഞ്ഞാൽ ഈ വണ്ടൂർ വാണിയമ്പലം ഭാഗത്തെ കോൺഗ്രസ്സുകാരുടെ വികാരമാണ്. എന്നെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ജ്യേഷ്ഠ സഹോദരനാണ്. ഇപ്പോഴും അങ്ങനെ തന്നെ. ഇപ്പോൾ 5 വർഷം മുമ്പ് നടന്ന ഇതേ തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ച ആളാണ് CK മുബാറക്. ഈ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ച CK മുബാറക്കിൻ്റെ ഒരു ഫോട്ടോ, ഒരു അനുസ്മരണം ഏതെങ്കിലും പ്രസംഗങ്ങളിലോ ഒരു പരിപാടികളിലോ ഒരു ഫ്ലെക്സിലോ ഒരു ബോർഡിലോ നിങ്ങൾ കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടുണ്ടാവില്ല. അദ്ദേഹത്തെ മറന്നു പാർട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പാർട്ടി നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന CK വിരുദ്ധരായ ചില ആളുകൾ മാത്രമാണ് പാർട്ടിയെ നിയന്ത്രിക്കുന്നത്. തികച്ചും അവർ CK മുബാറക്ക് വിരുദ്ധരാണ്. അപ്പോൾ CKയുടെ പേര് ഞാൻ ഉപയോഗിച്ചതിൽ ഒരുപാട് ആളുകൾ സന്തോഷിക്കുന്നുണ്ട്. ചില ആളുകൾക്ക് കുശുമ്പുണ്ട്. അവർ CKയുടെ കുടുംബമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അവരുടെ അനുമതിയോട് കൂടി തന്നെയാണ് ഞാൻ ഈ ഫ്ലെക്സ് വെച്ചതും അത് ഞാൻ ഒരു അഭിമാനമായി കൊണ്ടു നടക്കുന്നു. CKയുടെ കുടുംബത്തോട് വിളിച്ച് ചോദിച്ച അനുമതി വാങ്ങിയതിന് ശേഷമാണ് ഞാൻ ഈ ഫോട്ടോ വെച്ചത്. ഇത് വെച്ചിട്ട് പാർട്ടി താങ്കൾ വിളിച്ചിരുന്നു? ഇല്ല, ഒരിക്കലും ഇല്ല. ഇപ്പോൾ അതുപോലെ താങ്കളൊരു പ്രകടന പത്രിക പോലെ ഞാൻ കണ്ടു, കുറെ വികസനങ്ങളെ വലിയൊരു ജംബോ ലിസ്റ്റ് കണ്ടു. തീർച്ചയായിട്ടും ഞാൻ ചോദിക്കുന്നത് ഇപ്പോ MLA-യുടെ അല്ലെങ്കിൽ വിജയിച്ചു കഴിഞ്ഞാൽ MLA-യുടെ ജില്ലാ പഞ്ചായത്ത് സഹായം താങ്കൾ കിട്ടും താങ്കൾ പ്രതീക്ഷിക്കും? ഞാനിപ്പോൾ ഇതിൻ്റെ നേരത്തെ മുമ്പ് നിങ്ങളോട് പറഞ്ഞു, MLA എൻ്റെ കൂടെയാണ്. ജില്ലാ പഞ്ചായത്ത് ആരാണോ തിരഞ്ഞെടുക്കപ്പെടുന്നത് അവർ എൻ്റെ കൂടെയാണ്. കാരണം ഞാൻ ജനങ്ങളുടെ കൂടെയാണ്. ഈ നേതാക്കൾക്കൊന്നും എന്നെ മാറ്റി നിർത്തി ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ട് ഇവിടെ പിന്നെ പൊതുപ്രവർത്തനം നടത്താൻ കഴിയുമോ? ഒരിക്കലുമില്ല. ഈ ജനങ്ങളുടെ കൂടെയാണ് MLA-യും ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വികസന പ്രവർത്തനങ്ങൾക്ക് ഗവൺമെൻറ്റിൽ നിന്ന്, MLA-യിൽ നിന്ന്, ജില്ലാ പഞ്ചായത്തിൽ നിന്ന് സഹായം ലഭിക്കും. അത് വാങ്ങിക്കൊടുക്കാൻ എനിക്ക് കഴിയുമെന്നാണ് എൻ്റെ ആത്മവിശ്വാസം. ഒരൊറ്റ ചോദ്യം കൂടെ, ഇനിയിപ്പോൾ 2-3 ദിവസങ്ങളും കൂടിയിട്ടുള്ളത് എങ്ങനെയൊക്കെയാണ് നമ്മൾ നേരത്തെ വോട്ട് ഉറപ്പാക്കി കഴിഞ്ഞു. നമുക്ക് വിജയക്കാൾ വോട്ട് ഉറപ്പാക്കി കഴിഞ്ഞു. പിന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാകുമ്പോൾ വ്യക്തി സ്വാധീനവും സാമ്പത്തിക സോഴ്സുകളൊക്കെ ഉപയോഗിച്ച് ആളുകളുടെ മനം മാറ്റാനും സ്വാധീനിക്കാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കും. കാരണം എൻ്റെ എതിർ സ്ഥാനാർത്ഥി നിങ്ങൾക്ക് അറിയുന്ന പോലെ ഒരു സമ്പന്നനായതുകൊണ്ട്. പക്ഷേ അതിനെ മറികടക്കാൻ എനിക്ക് കഴിയും. എൻ്റെ കൂടെ പിന്നെ എൻ്റെ സ്ഥാനത്ത് പ്രവർത്തിക്കാത്ത ഒരാളുകൾ നിൽക്കുന്ന ഇപ്പോൾ നിങ്ങൾ തൽക്കാലം ഓടി വന്നപ്പോൾ കണ്ട ആളുകൾ അത് മറ്റു മീറ്റിങ്ങുകൾ കാണുമ്പോൾ നമുക്ക് നൂറ്റുകണക്കിന് ആളെ കാണാം. അവരൊക്കെ എൻ്റെ കൂടെ ഉറച്ചു നിൽക്കുന്നുണ്ട്. ഒരു വികാരമായി ഇത് കൊണ്ടു നടക്കുന്നുണ്ട്. ഈ വികാരം തൊട്ടടുത്ത വാർഡുകളിലേക്ക്, 4-ാം വാർഡിലേക്കും 6-ാം വാർഡിലേക്കൊക്കെ പ്രവേശിച്ചു കഴിഞ്ഞു. ഈ വികാരത്തിൻ്റെ പ്രതിഫലനം തൊട്ടടുത്ത വാർഡുകളൊക്കെ ഉണ്ടാവും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി കോൺഗ്രസിലേക്ക് തിരിച്ചു പോക്കുണ്ട്? തീർച്ചയായും കോൺഗ്രസിലേക്ക് തിരിച്ചു പോകാനല്ല. കോൺഗ്രസ് നമ്മുടേതല്ലേ, എൻ്റെതാണ് കോൺഗ്രസ്, നമ്മുടേതാണ് കോൺഗ്രസ്. പുറത്താക്കിയവർ പുറത്താവുന്നൊരവസ്ഥ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുണ്ടാവും. പുറത്താക്കിയതിൽ ആ വാർത്ത കേട്ടപ്പോൾ സങ്കടം തോന്നി?
നമ്മൾ ഇത്രയും കാലം നമ്മുടെ ഒരു മാതൃ പ്രസ്ഥാനമാണല്ലോ, ഇത്രയും കാലം കൊണ്ടു കാണുന്ന ഒരു വികാരമാണ്. ഒരു കോൺഗ്രസ്സുകാരന് മലപ്പുറത്ത് അല്ലെങ്കിൽ കോഴിക്കോട് അടി കിട്ടി എന്ന് പറയുമ്പോൾ, ഒരു പോലീസ് മർദ്ദനം ഏറ്റു എന്ന് പറയുമ്പോൾ പ്രതിഷേധവുമായി റോട്ടിലിറങ്ങുന്ന ആളുകളാണ് സാധാരണ പ്രവർത്തകർ. അങ്ങനെയുള്ള പ്രവർത്തകർ അത്ര കോൺഗ്രസ് വികാരമുണ്ട്. നമുക്ക് കോൺഗ്രസ് വികാരമില്ല എങ്കിൽ നമുക്ക് ഇടതുപക്ഷവുമായി സഹകരിച്ച് മത്സരിക്കാമായിരുന്നു. വിജയസാധ്യതയുള്ള സീറ്റൊക്കെ നമുക്ക് ലഭിക്കുമായിരുന്നു നമ്മൾ സംസാരിച്ചാൽ. അങ്ങനെയൊക്കെ ഉണ്ടാവും, രാഷ്ട്രീയമല്ലേ, അത് അങ്ങനെ വ്യക്തമാക്കി പറയുന്നില്ല, രാഷ്ട്രീയമാണല്ലോ. എന്നാൽ കോൺഗ്രസിൻ്റെ നമ്മുടെ ബോർഡ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും, അത് ത്രിവർണ്ണ കടലിലാണ് നമ്മൾ അടിച്ചിട്ടുള്ളത്. കോൺഗ്രസിൻ്റെ ആ വികാരം തന്നെയാണ് കൊണ്ടു നടക്കുന്നത്. കോൺഗ്രസ് തന്നെ ഇപ്പോഴും കോൺഗ്രസ്സുകാരനാണ്, ഇനിയും ഇലക്ഷൻ കഴിഞ്ഞാലും കോൺഗ്രസ്സുകാരനാണ്. പുറത്താക്കിയവർ പുറത്താവുന്നൊരവസ്ഥ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുണ്ടാവും. ഇപ്പൊ നിലവിലെ ഇവിടുത്തെ വോട്ടർമാർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അങ്ങനെ 2 സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ ആളുകളാണ് വോട്ട് വയ്ക്കാൻ വരുന്നത്. ഒന്ന് ഔദ്യോഗിക സ്ഥാനാർത്ഥി, മനസ്സുകൊണ്ട് ഈ വോട്ടർമാരോട് എന്താ പറയുക? ഔദ്യോഗികം അനൗദ്യോഗികം എന്നുള്ളത് പത്രഭാഷയാണ്. അത് സാധാരണ ജനങ്ങളെ ബാധിക്കുന്നില്ല. ജനങ്ങൾ പറയുന്നുണ്ട് കോൺഗ്രസിന് 2 സ്ഥാനാർത്ഥിയാണ്, ഒന്ന് ഷൗക്കത്ത് അലി, ഒന്ന് VM നാണി. ആളുകൾക്ക് ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയ ആൾ, എപ്പോഴും വിളിച്ചാൽ കിട്ടുന്ന ആൾ, എപ്പോഴും എക്സ്പീരിയൻസ് പരിചയമുള്ള ആളുകൾ, അതാരാണെന്നുള്ള ഓപ്ഷൻസാണ് നോക്കുന്നത്. അത് നിലവിൽ ഞാൻ തന്നെയാണ്, യാതൊരു സംശയമല്ല. ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിൽ ഫലം താങ്കൾക്ക് പ്രതികൂലമാവുകയാണെങ്കിൽ പിന്നെ ഭാവി എന്തായാലും സന്തോഷമായി ആ അവസ്ഥയെ സ്വീകരിക്കും. വീണ്ടും കോൺഗ്രസ്സുകാരെ തുടരും, യാതൊരു സംശയവും. താങ്ക് യു. സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ. സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനിറിയ സമ്മാനങ്ങൾ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ 7012945198. പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ 15 വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ, ചെട്ടിയറമ്മൽ, വണ്ടൂർ.